പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മാട്ടൂല് ബീച്ചിലാണ്. നല്ല മഴയും നല്ല കാരണം കുറേ ദിവസം പുറത്തിറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലും നല്ല ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഞാനും അനിയത്തിമാരും ഹസ്ബൻഡും മോളും കൂടിയിട്ട് ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നല്ല ബീച്ചിലേക്ക് ഇറങ്ങാൻ നോക്കിയെന്ന്. ചെറിയ മഴക്കാറെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. നല്ല തിരക്കുണ്ട്. എന്ന് വെച്ചാൽ ലീവ് ദിവസമല്ലേ, സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. പിന്നെ കുറേ ദിവസം മഴയെല്ലാം ആയതുകൊണ്ട് ആയിരിക്കും പുറത്തിറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ടായിരിക്കണം നല്ല ബീച്ചിൽ നല്ല ആൾക്കാരുണ്ട്. അവരിങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. കാരണം കടലടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമല്ല, നല്ല മഴയെല്ലാം ഉള്ളതുകൊണ്ട് കടലടുത്ത് വന്നിട്ടേ ഉള്ളത്. പിന്നെ നമ്മളെ ലക്ഷ്യം ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നാല് സിസ്റ്റേഴ്സാണ് കേട്ടോ. നമ്മൾ പെൺകുട്ടികൾ 4 പേരാണ്. അപ്പോൾ ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടിയെല്ലാം ആക്കി ഇങ്ങനെ ഓടിച്ചാടി. സിയോണൊക്കെ കടലിലിറങ്ങാൻ പേടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേട്ടാൻ്റെ കൂടെ ചെറിയ ഒരു കറക്കം മാത്രം മൂപ്പര് നടത്തിയിട്ട് കരേൻ്റെ മുകളിൽ കളിക്കുന്ന കളിയേ ഉള്ളൂ. കുറച്ച് സെൽഫിയും കാര്യങ്ങളെല്ലാം എടുത്തു. കുറേ ദിവസത്തേന്ന് വീട്ടിലെ തടവറയിലിട്ട് കണക്കത്തെ അവസ്ഥയെന്ന് മോചനം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇത് നമ്മളെ ബീച്ചിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പെക് സ്റ്റേഷൻ വരുന്നത്. പക്ഷേ അവിടെ കയറാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് വൈദ്യുതി പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ അവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. കടലിലെല്ലാം കുറേ സമയം കളിച്ചതുകൊണ്ട് അവിടെ തന്നെ മാട്ടൂരിൽ തന്നെയുള്ള ആമീസ് കിച്ചണിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ്. കാരണം സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോൾ എന്തായാലും ഒരു തിരക്കും കാര്യങ്ങളും എല്ലാവരും പുറത്തിറങ്ങാൻ കിട്ടുന്നൊരു ടൈമെല്ലാം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരമല്ലേ. അപ്പോൾ അവിടുന്ന് ഇവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും കൈ കഴുകലും ഫോട്ടോഷൂട്ടും അവിടെ ഉണ്ടായ മിററിലെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ചേട്ടനും എൻ്റെ 3 അനിയത്തിമാർ സൂപ്പെല്ലാം ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കും സിയോണക്കും എന്തോ അതിനോട് വലിയ ഇഷ്ടമില്ല. നമ്മളിങ്ങനെ അൽഫാമിനും മന്തിക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അൽഫാമും മന്തി വന്നിട്ട് കഴിച്ച മന്തി റൈസാണ് കഴിച്ചിട്ടുണ്ടായിന്. മക്കൾ നോർമൽ അൽഫാം, നമ്മൾ അൽഫാം പെരിയാണ് കഴിച്ചത്. നല്ല ഫുഡാണ് കേട്ടോ, അടിപൊളി ഫുഡാണ്. ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. മന്തി റൈസ് സൂപ്പർ ടേസ്റ്റാണ്. കാരണം ഇതുവരെ കഴിച്ചതിന് നല്ലൊരു ടേസ്റ്റോടെ കഴിച്ചത് ആമീസ് എന്നാണ്. സിയോണ് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞ അവസരം മൂപ്പര് ചാൻസ് കളിയേയില്ല. വീട്ടിലെ ഫുഡിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ പുറത്തില്ല ഫുഡ് നമ്മളെങ്ങനെയും കഴിക്കും. പാത്രങ്ങളെല്ലാം നല്ല ക്ലീനായി നെക്കി തുടച്ച് വെച്ചിട്ട് കൊണ്ടേയിരിക്കുന്നു. ചേർത്താരെന്താ ചിക്കനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഫുഡെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന്. പിന്നെ നമ്മൾ 4 പേര് മൊജിറ്റോ ഓർഡർ ചെയ്തു. കുഞ്ഞാവും സിയോണും ഓരോ സ്കൂപ്പും കൂടി പാക്ക് ചെയ്തതിന്. അപ്പോൾ ഫുഡെല്ലാം നല്ല ഗംഭീര ഫുഡാണ്. ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.